മോഹൻലാൽ എന്ന് പറയുമ്പോൾ സ്ക്രീനിൽ വരുമ്പോൾ ആ റിഹേഴ്സലിന് കൊടുക്കുന്ന നമ്മൾ പോലും കാണാത്ത മിന്യമായുന്ന ചില അവസ്ഥകൾ, അത് എനിക്ക് തോന്നുന്നു ലെൻസിന് മാത്രമേ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോ. അത്രമാത്രം ഡെപ്ത് ആയിരുന്നു അത് ആക്ച്വലി ആ കുന്നുമേൽ ശാന്തയുടെ തുടക്കവും അവസാനവും. കുന്നുമേൽ ശാന്തയുടെ നടുവിലുള്ള ഭാഗമാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കണ്ടിട്ടുള്ളത്. കുന്നുമേൽ ശാന്തയുടെ തുടക്കവും നടുവിലുള്ളതും അവസാനവും അനുഭവിച്ച ആളാണ് ഞാൻ. അത് റിലീസ് വന്നപ്പോ അതിന്റെ ബിഗിനിങ്ങും ഇല്ല എൻഡും ഇല്ലാതായപ്പോ മലയാള ചലച്ചിത്ര ലോകത്തിലേക്ക് ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിലൂടെ ഒരു പ്രാർത്ഥനാ ഗാനവുമായി എത്തി. പിന്നീട് പിൽക്കാലത്ത് നിരവധി കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിന് വിവിധ ഭാവങ്ങൾ പകർന്നു നൽകി. പിന്നീട് തെന്നിന്റെയും കടന്ന് ബോളിവുഡിലൂടെയും പ്രതിഭ തെളിയിച്ച നായിക സോന നായരാണ് നമുക്കൊപ്പം. സ്വാഗതം സംശയം. നമസ്കാരം. മലയാളത്തിൽ ഒരു പ്രാർത്ഥനാ ഗാനവുമായിട്ടാണ് എത്തിയത്. 40 വർഷം ആകാൻ പോകുന്നു ഈ സബര്യ തുടങ്ങിയിട്ട്. എന്ത് തോന്നുന്നു? ശരിക്കും ഈ പ്രാർത്ഥനാ ഗാനത്തിന്റെ കാര്യം ഒരുപാട് ഇന്റർവ്യൂസിൽ ഞാൻ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പ്രാർത്ഥനാ ഗാനത്തിൽ കൂടെയാണ് ഞാൻ വന്നത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു ആങ്കറിന്റെ നിന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ സന്തോഷം. കാരണം അത് അത്രത്തോളം ആ സിനിമയിൽ ആക്ച്വലി ഞങ്ങളുടെ സ്കൂളിലായിരുന്നു അതിന്റെ ഷൂട്ട്. ഞാൻ ആ ഒരു പ്രയർ കൊയറിലുണ്ട്. അപ്പം അങ്ങനെയാണ് സത്യനന്ദിക്കാട് എന്ന് പറയുന്ന അതുല്യ ഡയറക്ടറിന്റെ ഒരു വർക്ക് അവിടെ നടന്നപ്പോൾ ശരിക്കും ഞങ്ങളെപ്പോലുള്ള അന്ന് കുഞ്ഞു കുട്ടികളായിരുന്നു. ലാലേട്ടനെയും ശോഭന ചേച്ചിയെ മാത്രം കണ്ട് പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അന്ന്. അപ്പം അവരെ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടി നമ്മൾ ഞങ്ങളുടെ സ്കൂളിൽ വരവേൽക്കുകയും ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് നടക്കുന്നു എന്നുള്ളതും ആദ്യമായിട്ട് ലൈഫിൽ ഷൂട്ട് കാണുന്നത് ഞങ്ങളുടെ സ്കൂളിൽ വെച്ചിട്ടാണ്. ആ ഒരു സീനിൽ ഇങ്ങനെ ഒരു പ്രയർ കൊയറിൽ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ പാടിയതാണ് അത്. ശരിക്കും ആ പ്രാർത്ഥന സ്കൂളിന്റെ പ്രാർത്ഥന തന്നെയാണ് ആ പടത്തിലും ഉപയോഗിച്ചിട്ടുള്ളത്. ബട്ട് ആ ഒരു പ്രാർത്ഥന എനിക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. ശരിക്കും പ്രാർത്ഥനയോടുകൂടി മലയാള സിനിമാ ലോകത്തിലേക്ക്. അതൊരു എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ കൂടെയാണ് ഇപ്പൊ അത് കുറച്ചും കൂടെ അത് ഞാനിപ്പോഴും അതാണ് ആലോചിക്കുന്നത്. പലപ്പോഴും പല ഇന്റർവ്യൂസിലും ഞാൻ അത് പറയുമ്പോൾ പ്രയർ കോറിൽ വന്നു, അതിലങ്ങനെ അഭിനയിച്ചു, അതിനകത്ത് അങ്ങനെ. പക്ഷെ ഇപ്പോഴാണ് എനിക്കത് ശരിക്കും നല്ലൊരു പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം ഞാൻ വന്നത് ഇൻഡസ്ട്രിയിൽ. അതൊരു വലിയൊരു തുടക്കമായി. അത് അറിഞ്ഞോ അറിയാതെയോ ശരിക്കും ലാലേട്ടനെ പോലെ ഒരു സൂപ്പർ സ്റ്റാറിനോടൊപ്പമാണ് തുടങ്ങിയത് തന്നെ. തുടക്കം തന്നെ വളരെയധികം കലാപ്രതിഭകൾ പഠിച്ച വുമൻസ് കോളേജിൽ പഠിച്ചു. അവിടെയുള്ള അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഈ പറഞ്ഞ മാതിരി ഒരുപാട് പ്രതിഭകളായിരുന്നു അവിടെ. നോർമലി നമ്മുടെ ട്രിവാൻഡ്രം വിമൻസ് കോളേജ് അറിയാം, കലാപ്രതിഭകളെ കൊണ്ട് നിറഞ്ഞത് തന്നെയാണ്, ആർട്ട് പരമായിട്ടും സാഹിത്യത്തിലും ഒക്കെ. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയണ്ടേ, അത്തരം ഒരു കോളേജ് ഡേയ്സും എനിക്ക് നല്ല അനുഭവങ്ങളാണ് തന്നത്. കോളേജ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ അവിടെ നിന്ന് പോകാൻ സാധിച്ചു. ശരിക്കും അത്തരം യൂത്ത് ഫെസ്റ്റിവലിൽ നിന്നുമാണ് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് ആക്ച്വലി വരുന്നത്. 91 ഒരു കുടയും കുഞ്ഞു പെങ്ങളും എന്ന് പറയുന്ന ഒരു 13 എപ്പിസോഡ് ദൂരദർശൻ, അന്ന് ദൂരദർശൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ദൂരദർശനിൽ വരുന്ന ഒരു സീരിയൽ, 13 എപ്പിസോഡ് സീരിയൽ അത്രേ ഉണ്ടാവുള്ളൂ, മെഗാ സീരിയൽ ഒന്നും അല്ല. അതിലാണ് കുഞ്ഞു പെങ്ങളുടെ കഥാപാത്രം ചെയ്ത് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പൊ അതിന് തൊട്ട് മുൻപേ ആണ് 85 ഈ നേരത്തെ പറഞ്ഞ സിനിമ ടി പി ബാലഗോപാലൻ എം എ. സിനിമാ ലോകത്തിലേക്ക് കടന്നു വരുന്നത് തൂവൽ കൊട്ടാരം സിനിമയിലൂടെയാണ് 95. തൂവൽ കൊട്ടാരം അല്ലെ. പിന്നീട് അടുത്ത് വരുന്നത് വീണ്ടും ദി കാറിലാണ്. ദി കാറില് പിന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. ആദ്യകാല സിനിമകളിൽ ഏകദേശം ജയറാം ചേട്ടനായിരുന്നു നായകൻ. അതെ. ആദ്യ കോമ്പിനേഷൻ സീന് ദി കാറിലാണ്. ആദ്യ കോമ്പിനേഷൻ തൂവൽ കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ദി കാറൊക്കെ വരുന്നത്. അല്ല, ഒരു നേരിട്ടൊരു ഒരു സംഭാഷണം ജയറാമേട്ടനോട്ട് ഉണ്ടായിരുന്നു. അല്ല, അത് ദി കാറിലാണ്. തൂവൽ കൊട്ടാരത്തില് ജയറാമേട്ടനായിട്ടൊരു സീൻ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു എന്ന് എനിക്കതങ്ങനെ ഓർമ്മയില്ല. ബട്ട് ദി കാറിലാണ് ഓപ്പോസിറ്റ് ആയിട്ട് ഓഫീസിൽ ജോലി വർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അതിനുശേഷം പിന്നീട് കഥാനായകൻ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അപ്പൊ എങ്ങനെയായിരുന്നു ജയറാമേട്ടനുമായിട്ടുള്ള ഒരു ആക്ടിങ് പരിചയം? ജയറാമേട്ടൻ എന്താ പറയാ, അന്നൊക്കെ ഈ പറഞ്ഞ മാതിരി ഈ 90s എല്ലാവരുടെയും ഒരു ഇഷ്ട കഥാപാത്രമായിരുന്നല്ലോ അദ്ദേഹം.
ആസ് എൻ ആക്ടർ ഭയങ്കരമായിട്ട് എല്ലാവർക്കും എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടമാവുന്ന കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജയറാമേട്ടൻ ആസ് എൻ ആക്ടർ ഭയങ്കര ജോവിയലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലൊക്കേഷൻ ആണെങ്കിലും അദ്ദേഹം ആ ഒരു മിമിക്രി ഇതിൽ നിന്നാണ് അത് ഇതിലേക്ക് വരുന്നത്. അപ്പം അത്തരം സംഭവങ്ങൾ തന്നെ ലൊക്കേഷനിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. എപ്പോഴും ചിരിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ലൊക്കേഷൻ എപ്പോഴും ഒരു ഫൺ മൂഡ് ഇവരെ പോലുള്ള ആക്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇവരുടെ കൂടെയൊക്കെ കൂടുതലും ഹാസ്യാത്മകമായിട്ടുള്ള സംഭാഷണങ്ങളും കൂടെ അഭിനയിക്കുന്നവർക്ക് ഭയങ്കര കംഫർട്ട് ലെവലിലേക്ക് ചിരിച്ചും ഉല്ലസിച്ചുമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫൺ വൈബായിട്ടുള്ള ഒരു ലൊക്കേഷൻ. നമുക്ക് ഒരു ടെൻഷൻസേ ഉണ്ടാവില്ല. ജയറാമേട്ടൻ അങ്ങനെയായിരുന്നു. എല്ലാവരോടും ഭയങ്കര നല്ല കാര്യവും സ്നേഹവും ഒക്കെ ആയിട്ട്. ഗേൾസ് ഫാൻസ് ഒരുപാടുള്ള ഒരു താരമായിരുന്നു. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുണ്ടായിരുന്നു. അത്തരം നല്ല കഥാപാത്രങ്ങളും റൊമാൻറ്റിക് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണല്ലോ കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അന്ന് അവരുടെ ജയറാമേട്ടൻ ശോഭന ചേച്ചി, ജയറാമേട്ടൻ പാർവതി ചേച്ചി, അങ്ങനെ അത്തരം കോമ്പിനേഷൻസ് നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട് കലാസ്വാദകർക്ക് ഇഷ്ടപ്പെടുന്ന കോമ്പിനേഷൻസ് ആയിരുന്നു. അത് മാത്രമല്ല ഭയങ്കരമായിട്ടൊരു ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള വർക്കുകൾ, അതിൻ്റെ കണ്ടന്റുകൾ, ത്രെഡുകൾ. അന്നത്തെ സിനിമകൾ കൂടുതലും ഫാമിലിയെ കൂടുതലും തിയേറ്ററിൽ അട്രാക്ട് ചെയ്യുന്ന സിനിമകളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഒരു ഫാമിലി മെമ്പർ ആണോ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചേട്ടനാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കസിൻ ആണോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത്. ഒരു കസിൻ കഥാപാത്രം ചെയ്യുമ്പോൾ ഇതേ കസിൻ നമ്മുടെ വീട്ടിലും ഇല്ലേ, ഇത്തരം കള്ളത്തരങ്ങളും അങ്ങനെയൊക്കെയുള്ള കസിന്മാർ, അതൊക്കെ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യും. കാരണം അത്രയും കുടുംബ ചിത്രങ്ങളാണ് നമുക്ക് ഇവരൊക്കെ സമ്മാനിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബ അംഗങ്ങളുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യുന്ന, അയൽവാസികളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അങ്ങനെ കുറെ കഥാപാത്രങ്ങൾ ജയറാമേട്ടനും അന്ന് ആ കാലഘട്ടത്തിൽ അവരോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പേർക്കും, ഞാനടക്കം, ചെയ്യാൻ സാധിച്ചിരുന്നു. സാധാരണക്കാരനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഏറെ അധികം. അപ്പം ഈ കഥാനായകനിലൊക്കെ അത്തരം ഒരുപാട് പൊട്ടിച്ചിരിക്കുന്ന രംഗങ്ങൾ നിരവധി, എത്ര ലളിതമായിട്ട്. അതെ അതെ. അതിനുശേഷം തൊട്ട് വരുന്നത് മമ്മൂക്കയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനുള്ള അരയന്നങ്ങളുടെ ഗംഭീരമായൊരു കഥാപാത്രമാണ്. വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള, നിഷ്കളങ്കമായിട്ടുള്ള ഒരു കഥാപാത്രം. എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അയ്യോ, മമ്മൂക്കയായിട്ട് അരയന്നങ്ങളുടെ വീട്ടിലാണ് ഞാൻ കാണുന്നത്. അത് തന്നെ ഒരു വലിയ, എന്താ പറയാ, എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ അത്തരം ലെജൻസുകളെ നമ്മൾ ആസ് ആൻ ആക്ടർ, ആസ് എ പേഴ്സൺ നമുക്ക് കാണുമ്പോൾ, നമ്മളോട് കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ട് നമ്മളോട് പെരുമാറുമ്പോൾ, അതൊക്കെ നമുക്ക് ഇതൊക്കെ സ്വപ്നങ്ങൾ മാത്രം സംഭവിക്കുന്നതൊന്നാണോ എന്നൊക്കെ തോന്നുന്ന ഒരു അവസരം അന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഇൻഡസ്ട്രിയെ ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് മാറിയപ്പോൾ ഇത് ഓക്കെ, നമ്മളെ പോലെ അവരോടൊപ്പം നിൽക്കുന്ന ഒരു കോവർക്കർ എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പോഴും ഓരോരോ കഥാപാത്രങ്ങൾ അവർ ഈ ഒരു പ്രായത്തിലും നമ്മൾക്ക് സമ്മാനിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അതിശയോക്തി എന്ന് പറയുന്ന ഒരു സാധനം തീർന്നിട്ടില്ല. എപ്പോഴും അമ്പരപ്പിക്കുന്ന കഥാപാത്രങ്ങളും അമ്പരപ്പിക്കുന്ന എന്താ പറയാ വേഷവിധാനങ്ങളും അത്തരം ഭയങ്കര വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിട്ടൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇപ്പോഴും എൻ്റെ അമ്പരപ്പ് മാറിയിട്ടില്ല എന്നുള്ളതാണ്. അന്ന് തുടക്കകാലത്ത് ഉണ്ടായിരുന്ന അതേ കൗതുകത്തോടും അത്തരം ഭയങ്കരമായിട്ടുള്ള, എന്താ പറയുക, ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് ഇപ്പോഴും എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇത്തരം ലെജൻസുകളെ ഞാൻ ഇന്നും നോക്കി കാണുന്നത്. കാരണം അതൊക്കെ ഒരു തപസ്യായിട്ട് അവർ കൊണ്ട് നടക്കുന്നതും വലിയ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും നമ്മുടെ കാട്ടിയൊക്കെ ഹെവി ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അത്രയും ലെജൻസുകളെ നമ്മൾ എന്താ പറയാ, ഇപ്പോഴും എനിക്കൊരു വലിയ കൗതുകം തന്നെയാണ്. ആ ഒരു ഈസിനെസ് എങ്ങനെയായിരുന്നു മമ്മൂക്കയായിട്ട് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു? ശരിക്കും അന്നൊക്കെ നമ്മൾ ഈ കുടുംബ കഥാപാത്രങ്ങളാണല്ലോ കൂടുതലും ചെയ്യുക. അപ്പം നമ്മുടെ ശരിക്കും നമ്മളിൽ തന്നെ ഒരു സഹോദരി ഉണ്ടാവും, നമ്മളിൽ തന്നെ ഒരു ഭാര്യ ഉണ്ടാവും, നമ്മളിൽ തന്നെ കാമുകി ഉണ്ടാവും, ഒക്കെ നമ്മളിൽ തന്നെ ഉണ്ടാവുമ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ ഈസിനെസ് ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. അപ്പം അത്തരം ഒരു സംഭവങ്ങൾ, കാരണം നമ്മുടെ കുടുംബത്തിൽ ഇതൊക്കെ ഉണ്ട്. അപ്പം ആ കഥാപാത്രങ്ങളിൽ കൂടെയാണെങ്കിൽ, ഇല്ലെങ്കിൽ യഥാർത്ഥ റിയൽ ലൈഫിൽ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ കൂടെയാണ് വരുന്നതൊക്കെ. അപ്പം അതിനകത്തൊരു റിയൽ ലൈഫിലേക്ക് കയറി ചെല്ലുമ്പം വളരെ അനായാസമായിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. കാരണം ഇത്
നമ്മൾ ഒരു ഫാന്റസൈസിങ് ഒരു ക്യാരക്ടറിലേക്കല്ല അന്നത്തെ കാലത്തൊക്കെ പോകുന്നത്. അന്നൊക്കെ കുടുംബ ചിത്രങ്ങളുടെ ഭാഗത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് അത്തരം കുടുംബ സന്ദർഭങ്ങൾ നമുക്ക് ഹെവിയാണ്. അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് റിലേറ്റ് ചെയ്ത് അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. മമ്മൂക്ക എന്നതിന് പകരമായിട്ട് എനിക്ക് എൻ്റെ ചേട്ടൻ, എൻ്റെ വീട്ടിൽ എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടൻ ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു അനിയത്തി എന്തായിരിക്കും ചെയ്യുക, ആ ലെവലിലായിരിക്കും ഞാൻ നോക്കുന്നത്. മനസ്സിലായില്ല, അതുകൊണ്ട് അത്രയും ഈസിനെസ് ഉണ്ടായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നരനില് കുന്നുമേൽ ശാന്ത എന്ന കഥാപാത്രം, എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഒരു വ്യത്യസ്തമായ പ്രണയം, വളരെ വ്യത്യസ്തമായൊരു പ്രണയം അഭിനയിച്ച് വളരെ അധികം ആൾക്കാരെ ഇപ്പോഴും മനസ്സിലേറ്റി നടക്കുന്ന ഒരു കഥാപാത്രമാണ്. എങ്ങനെ തോന്നുന്നു അവരുടെ ഒരു കഥാപാത്രം? അഗെയിൻ ഒരു അനദർ ലെജൻഡാണ് നമ്മുടെ മലയാളത്തിലെ ലാലേട്ടൻ. മോഹൻലാൽ എന്ന് പറയുമ്പോൾ, മമ്മൂക്ക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും കലാകാർക്കും കലാ ആസ്വാദകർക്കും ഒക്കെ ഒരു എന്താ പറയാ, നമുക്കൊക്കെ ഒരു ഇപ്പോഴും ഒരു ഊർജം തരുന്ന ഒരു വ്യക്തികളാണ്. നമ്മുടെ അഭിമാനം, ആവേശം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ലാലേട്ടനോട് അഭിനയിക്കുമ്പോഴും ഇത് തന്നെയാണ്. ശരിക്കും അതിന് തൊട്ട് മുൻപായിട്ട്, ഇപ്പൊ നരൻ ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് വടക്കുനാഥൻ ഞാൻ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പൊ വടക്കുനാഥനിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻസ്, 1-2 സീൻസ് ഒഴികെ ഏറ്റവും അടുത്തുള്ള കോമ്പിനേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് ശേഷമാണ് നരൻ ഞാൻ ചെയ്യുന്നത്, നെക്സ്റ്റ് ടു വടക്കുനാഥൻ. അപ്പോൾ നമുക്ക് അത് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന കഥാപാത്രം, ഈ മുള്ളംകുലി വേലായുധനോടൊപ്പം നിൽക്കുന്നതാണ് കുന്നുമേൽ ശാന്ത എന്ന് പറയുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാരക്ടർ. വളരെ സഭ്യമായിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പം അത് അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര, കാരണം ഇവരൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ. ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനോട് അഭിനയിക്കുക എന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം മോഹൻലാൽ വളരെ എളുപ്പം അഭിനയിച്ചു പോകും. ശരിക്കും നമുക്ക് റിഹേഴ്സലും ഒരു ടേക്കും തന്നെ ആയിരിക്കാം മേ ബി ഉണ്ടാവുക. ടേക്ക് എടുക്കുമ്പോഴും അതൊരു റിഹേഴ്സൽ ചെയ്യുന്നതിന്റെ ഫീലിലായിരിക്കും അദ്ദേഹം ചെയ്തു പോകുന്നത്. അത് എന്ന് വെച്ചാൽ നമുക്ക് തോന്നും കഴിഞ്ഞോ, ഇനിയിപ്പോ അടുത്ത ടേക്കിന് എന്തായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അത് ആ സ്ക്രീനിൽ വരുമ്പോൾ ആ റിഹേഴ്സലിന് കൊടുക്കുന്ന നമ്മൾ പോലും കാണാത്ത മിന്യമായുന്ന ചില അവസ്ഥകൾ, അത് എനിക്ക് തോന്നുന്നു ലെൻസിന് മാത്രമേ അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോ. പല അവസരങ്ങളിൽ ഞാൻ കൂടെ അഭിനയിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തു പോകുമ്പോൾ അത്രേ ഉള്ളൂ അങ്ങനെയൊക്കെ തോന്നും. കാരണം നമ്മൾ ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കുമ്പോൾ എന്തൊക്കെ ഇടാം, എന്തൊക്കെ മാക്സിമം ചെയ്യാം, എങ്ങനെയൊക്കെ നിന്നാലാണ് ഇദ്ദേഹത്തിനോടൊപ്പമെങ്കിലും ഇച്ചിരിയെങ്കിലും നിൽക്കാൻ പറ്റാന്നൊക്കെ ആലോചിച്ചാ നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വരുന്നു, ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ദൈവമേ, ആ ഒരു സ്ക്രീനിൽ ഇത് അതിന്റെ ഒരു ഔട്ട് വരുമ്പോ ഇങ്ങനെ ആയിരുന്നു ചെയ്തു വെച്ചിരുന്നു. കാരണം ആ കണ്ണുകളുടെയും മുഖത്തിന്റെയും ഒക്കെ ചെറിയ ചെറിയ വ്യതിയാനങ്ങള്, അഭിനയത്തിന്റെ ഇത് നമുക്ക് നമ്മുടെ ഈ ലെൻസിൽ കാണാൻ പറ്റുമോ എന്നുള്ളൊരു അത്ര ക്ലീൻ ആൻഡ് ക്ലിയർ കട്ടായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല അതുപോലും അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. ഞാൻ ശരിക്കും ഇവരൊക്കെ, പ്രത്യേകിച്ച് ലാലേട്ടൻ, ഒരുപാട് അത്തരം മുള്ളി സാറ്, അങ്ങനെ അവരുടെയൊക്കെ വളരെ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇവരെന്താണ് ചെയ്തു വയ്ക്കുന്നത്, അങ്ങനെ തോന്നുന്ന, അതിശയം തോന്നുന്ന ആക്ടേഴ്സാണ് അവരൊക്കെ. അതിനപ്പുറം കുന്നുമേൽ ശാന്തയിൽ നിന്ന് വേലായുധനിലേക്ക് ഒരു നോട്ടം നോക്കിയാൽ എന്ത് തോന്നും? കുന്നുമേൽ ശാന്ത വേലായുധനെ നോക്കുന്നത് പ്രണയാദ്രമായിട്ടാണ്. എന്നാൽ ആ പ്രണയം വേലായുധൻ അറിയാനും പാടില്ല. അതാണ് ആ ക്യാരക്ടർ. പ്രണയം ഉള്ളിൽ ഒതുക്കി ഒരു രക്ഷകനെ പോലെ, കുന്നുമേൽ ശാന്തയുടെ രക്ഷകനെ പോലെയാണ് വേലായുധൻ എപ്പോഴും ആ കഥാപാത്രം അതിൽ പ്ലേ ചെയ്യുന്നത്. എന്താ പറയാ, അത് ഒരു പ്രത്യേക ഒരു അങ്ങനെയൊക്കെയുള്ള ഒരു കഥാപാത്രങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതായിരിക്കുമോ അങ്ങനെ. ഈ പ്രണയം നിഷേധിച്ചു പോവുകയാണ് വേലായുധൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ആ ദുഃഖം ഒരുപക്ഷെ അത്രയും ഡെപ്ത് ആ കഥാപാത്രം ഏകദേശം വേലായുധനോളം തന്നെ തുല്യ പ്രാധാന്യത്തിലേക്ക് എത്തുകയാണ്. ആ ഒരു ത്യാഗം കൂടി, തൻ്റെ പ്രണയത്തെ നിഷേധിച്ചു പോകുമ്പോൾ ഒരു സങ്കോചവും കൂടാതെ വീണ്ടും ആ പ്രണയത്തിൽ തന്നെ തുടരുന്ന ഒരു കഥാപാത്രമാണ് കുന്നുമേൽ ശാന്ത. അത്ര ഗംഭീരമായി അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഇപ്പോഴും പറയുന്ന വെച്ചാല്, ആ ഒരു കഥാപാത്രം ഇപ്പൊ നിങ്ങൾ കണ്ട നരനിലെ കഥാപാത്രം അല്ല, അതിനൊരു പൂർണ്ണത ഇല്ലാണ്ട് പോയി എന്നുള്ളതാണ്. ചെറിയ പ്രണയ
നിഷേധം കഴിഞ്ഞതിന് ശേഷവും കുന്നുമേൽ ശാന്തയ്ക്ക് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ ഒരു വിശ്വാസം, ഒരു അവസ്ഥ, അതൊക്കെ കുന്നുമേൽ ശാന്ത ഒരു ഘട്ടത്തില് പറയുന്നുണ്ട്. അതൊന്നും ഇല്ല ആ സിനിമയില്. കുന്നുമേൽ ശാന്ത ഒരു പൂർണ്ണത എത്തിയ ഒരു സെൻട്രൽ ക്യാരക്ടർ ആകുന്നെങ്കിൽ എന്ന് ആസ്വാദകൻ എന്ന നിലയിലൊക്കെ തോന്നിയിട്ടുണ്ട്. അത്രമാത്രം ഡെപ്താണ്, അത്രമാത്രം ഡെപ്ത് ആയിരുന്നു അത് ആക്ച്വലി ആ കുന്നുമേൽ ശാന്തയുടെ തുടക്കവും അവസാനവും. കുന്നുമേൽ ശാന്തയുടെ നടുവിലുള്ള ഭാഗമാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കണ്ടിട്ടുള്ളത്. കുന്നുമേൽ ശാന്തയുടെ തുടക്കവും നടുവിലുള്ളതും അവസാനവും അനുഭവിച്ച ആളാണ് ഞാൻ ആ കഥാപാത്രം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ. അത് അഭിനയിച്ച് കണ്ടവരാണ് അതിന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും. പക്ഷെ അതിന്റെ റിലീസ് വന്നപ്പോൾ അതിന്റെ ബിഗിനിങ്ങും ഇല്ല എൻഡും ഇല്ലാതായപ്പോൾ കുന്നുമേൽ ശാന്തയ്ക്ക് ഒന്നും ഇല്ലാണ്ടായി പോയി. പക്ഷെ എന്നാലും ആൾക്കാർ ഇപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ പറ്റി പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇവര് ഇത്രയൊക്കെ കണ്ടിട്ടാണ് അവർ ഇത്രയും പറയുന്നത്. ഒരു കവിത പോലെയാണ് ആ കഥാപാത്രം. അത് ആര് ചെയ്താലും ആ കഥാപാത്രത്തിനെ അതിന്റെ റൈറ്റർ പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിപ്പോ ഞാൻ ചെയ്യണം എന്നുള്ളതല്ല. കുന്നുമേൽ ശാന്തയ്ക്ക് ഒരു അതിനെ പോർട്രേ ചെയ്തേക്കുന്ന കഥാകാരന്റെയും മനസ്സിൽ അല്ലെങ്കിൽ സംവിധായകന്റെ മനസ്സിൽ ഒരു കുന്നുമേൽ ശാന്ത ഉണ്ടായിരുന്നു. ലീലയാണോ കുന്നുമേൽ ശാന്തയാണോ നരനിലെ പ്രധാന കഥാപാത്രം, നായിക കഥാപാത്രം? അത് കാണുമ്പോ ഓരോരുത്തരുടെ വീക്ഷണം എങ്ങനെയാണോ അതാണ്. എനിക്കത് ആരാണ് ഇതിനകത്ത് നായിക അങ്ങനെയല്ല. ഒരു നല്ല കഥാപാത്രങ്ങൾ, ഓരോ ക്യാരക്ടറിനും അതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപക്ഷെ ആ കഥാപാത്രം ഇനിയും നീണ്ടിരുന്നെങ്കിൽ വേലായുധൻ തന്നെ രണ്ടാമതായി പോയേനെ. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം വേലായുധൻ തന്നെയാണ്. അതിനകത്തൊരു വേലായുധൻ ഉണ്ടെങ്കിൽ മാത്രമേ കുന്നുമേൽ ശാന്തയ്ക്ക്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഒരുപടി താഴ്ന്നു തന്നെയാണ് വേലായുധൻ കുന്നുമേൽ ശാന്ത നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കുന്നുമേൽ ശാന്തയ്ക്കും സൗന്ദര്യം ഉണ്ടാവും. കാമ്പോജി എന്ന സിനിമയിൽ വളരെ ശ്രേഷ്ഠമായ ഒരു കഥാപാത്രം. എനിക്ക് തോന്നുന്നു സന്ദേശകാവ്യങ്ങളുടെ ഒരു നിര മലയാളത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ നിരയിലെ പ്രണയം നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കഥാപാത്രമാണ് കാമ്പോജി. അതിലുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? കാമ്പോജിയിലും ഈ പറഞ്ഞ മാതിരി നല്ലൊരു കഥാപാത്രം നാരായണി. അതും ഈ പറഞ്ഞ പോലെ അത്തരം ഒരു വർക്കറാണ് ആ ക്യാരക്ടറും. പക്ഷെ അത്തരം സിനിമകൾ എൻ്റെ അടുത്ത് സമീപിക്കുമ്പോൾ ഒരു സംവിധായകനോ ഒരു എഴുത്തുകാരനോ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടാവാം. അതായിരിക്കാം അത്തരം കഥാപാത്രങ്ങൾ എന്നിലേക്ക് വരുന്നത്. ഒരു സോക്കോൾഡ് ഒരു അങ്ങനെ ഒരു വർക്കറിന്റെ ക്യാരക്ടറിന് അപ്പുറമായിട്ട് സ്ക്രീൻ സ്പേസിനുള്ള സംഭവങ്ങൾ ഒരു പക്ഷെ എന്നിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ച് തന്നെ ആവാം അത്തരം ബോൾഡ് കഥാപാത്രങ്ങൾ എന്നിലേക്ക് വരിക. അത് എന്നെ സംബന്ധിച്ച് വളരെ കയ്യിൽ ഒതുങ്ങുന്ന കഥാപാത്രങ്ങളാണ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് പൂർണ്ണമായും സന്തോഷവതിയാണ്. കാരണം ഒരുപാട് താരങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത് ഉള്ളതാണ്. ഇത്തരം കഥാപാത്രങ്ങളായിട്ട് നമ്മളിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു കലാകാരി എന്നുള്ള ഒരു നിലയിൽ ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ്. അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഇത്രയേറെ സെന്റിമെന്റൽ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഒരു വശത്ത്, ഇത്തരം ലൗഡായിട്ടുള്ള വളരെ ഇഷ്ടപ്പെടുന്ന പ്രണയാർദ്രമായ കഥാപാത്രങ്ങൾ മറ്റൊരു വശത്ത്, അപ്പോൾ തന്നെ കോമഡിയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പട്ടണത്തിൽ സുന്ദരന്റെ കഥാപാത്രം പാട്ടൊക്കെ ഒരു പ്രത്യേക പൂമുഖവാദമൊക്കെ പാടുന്നത്. സത്യത്തിന്റെ ഒട്ടുമിക്ക ചിത്രങ്ങളുടെയും ഛായാഗ്രഹനാണ് വിപിൻ മോഹൻ. 90കളിൽ ഒരുപാട് സിനിമകൾ 80കളിലും 90കളിലും അവരുടെ പടങ്ങൾ മാത്രമാണ്, ആ ഒരു കോംബോയിലെ പടങ്ങളാണ് എപ്പോഴും ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ വിപിൻ ചേട്ടൻ ആദ്യമായിട്ട് അദ്ദേഹം സംവിധായകനായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഫ്രം സിനിമാറ്റോഗ്രാഫർ ഡയറക്ടറിലേക്ക്. അപ്പൊ വിപിൻ ചേട്ടനാണ് ഈ ക്യാരക്ടറിലേക്ക് എന്നെ വിളിക്കുന്നത്. അതിന് തൊട്ട് മുൻപായിട്ട് ഇതുവരെയ്ക്കും അത്തരം ഒരു കോമിക് ക്യാരക്ടർ ഞാൻ സിനിമയിലാവട്ടെ സീരിയലുകളിലാവട്ടെ ചെയ്തിട്ടില്ല. മുന്നേ പറഞ്ഞതുപോലെ ഒത്തിരി സെന്റിമെന്റൽ ക്യാരക്ടറാണ് ചെയ്യുന്നത്. പക്ഷെ എങ്ങനെ ഈ കോമഡിയിലേക്ക് അവർ എന്നെ കാസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് അത്തരം ക്യാരക്ടർ എൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ അയ്യോ, കാരണം കോമഡി എന്ന് പറയുമ്പോൾ ശരീരവും ഒക്കെ മൊത്തം ഇളകി നമ്മൾ മതിമറന്ന് അഭിനയിക്കേണ്ടതാണ്. എനിക്കതൊരു ചെറിയൊരു സങ്കോചം ഉണ്ടായിരുന്നു. കാരണം അത് കൂടുതലും അത്തരം ക്യാരക്ടേഴ്സ് പറയുന്ന സെന്റി ക്യാരക്ടേഴ്സ് ചെയ്ത് അതിലേക്ക് തഴമ്പിച്ച ഒരു മനസ്സും തഴമ്പിച്ച ഒരു ശരീരവും ആയതുകൊണ്ട് ഇത് എങ്ങനെ ഇതിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ വരും എന്നുള്ളത്, അല്ല ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ സെൻസ് ഒരു ട്രാൻസിഷൻ വരും എന്നുള്ളൊരു
നിലയിൽ ഞാൻ ചെറിയ ഒരു ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ലൊക്കേഷനിൽ ഈ പറയുന്ന കൂടെ അഭിനയിക്കുന്ന ഇപ്പൊ ദിലീപേട്ടനാണെങ്കിലും എല്ലാം ഒരു ഫൺ ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളവരല്ലേ. അപ്പം അവരുടെ കൂടെ ഒരു കോമ്പിനേഷൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് തരുന്നത് എനിക്ക് തിരിച്ചു കൊടുത്തൂടാ? ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ പൊതുവേ. അപ്പൊ എന്തുകൊണ്ട് ഇത്തരം ആർട്ടിസ്റ്റുകൾ നമുക്ക് തരുന്ന നമുക്ക് എന്തുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ പാടില്ല? ആ ഒരു മനോഭാവം വരുമ്പോ നമ്മൾക്ക് അത്തരം ഒരു സങ്കോചങ്ങളെല്ലാം അങ്ങ് പമ്പ കടക്കും. അതിമനോഹരമായിരുന്നു. അത് പ്രത്യേകിച്ചും ആ ബൈക്ക് സ്റ്റാർട്ടാവാത്ത സമയത്ത്, ബൈക്ക് പഞ്ചറായിരുന്ന സമയത്ത് നാണും പോയി മാനും പോയി എല്ലാം ശരിക്കും ഒരു ടേക്കിലാ സിംഗിൾ ടേക്കിലാ പോകുന്നത്. റിഹേഴ്സൽ ചെയ്യും, പക്ഷെ നമ്മള് ഒരു ടേക്കിലേക്ക് പോകുമ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ യുഗം അല്ലല്ലോ. അതെ. അപ്പൊ നമ്മൾ ആ ഒരു അനലോഗിന്റെ ഒരു ലെവലിൽ നിൽക്കുമ്പോ നമ്മള് എപ്പോഴും എന്താ പറയാ ഫിലിമും അതിന്റെ ക്യാനും അതിന്റെ ഒരു ക്രാങ്കിങ് സൗണ്ടും ഒക്കെ കൂടെ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും കൂടുതൽ ടേക്ക് കൊടുത്ത് അവരെ മുഷിപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇന്ന് ഡിജിറ്റൽ യുഗമാവുമ്പോൾ എപ്പോഴും നമുക്ക് ഓരോ ടേക്ക് കഴിയുമ്പോഴും അത് നന്നായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇറേസ് ചെയ്തോ ഡിലീറ്റ് ചെയ്തോ നമുക്ക് അടുത്തയിലേക്ക് പോകാൻ പറ്റും. അന്ന് അതല്ല. അന്ന് ഒരു സോ കോൾഡ് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ ഒരു ആർട്ടിസ്റ്റ് ഇന്ന ടേക്കിനകത്ത് എടുത്തിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബാഡ് ലേബിൾ വരും. ഇൻ ദ സെൻസ് അത്രയും ഒരു ആവറേജ് ആക്ടർ എന്നുള്ളൊരു ലെവലിലേക്ക് എത്തും. അപ്പൊ അതൊക്കെ നമ്മളും തരണം ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും അതിനകത്ത് ഭയങ്കര പവർഫുൾ ആയിട്ട് നിന്ന് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഭയങ്കര കോമ്പറ്റീഷനാണ്, ഹെവി ആയിട്ട്. ഇന്ന് അതല്ല. ഇന്ന് ഭയങ്കര റിലാക്സ്ഡ് ആണ് ആർട്ടിസ്റ്റുകൾക്ക്. എത്ര വേണമെങ്കിലും എടുക്കാം, എത്ര വേണമെങ്കിലും. കാരണം ഒരു ഡയറക്ടറിന്റെ ഒരു പെർസെപ്ഷനിൽ എത്തുന്ന ലെവലിലേക്ക് വരയ്ക്കും അവരെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാം. അപ്പം രണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ഒരുമിച്ച് അതേ കാലഘട്ടത്തിലും ഇതേ ഡിജിറ്റൽ യുഗത്തിലും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ ഒരു ഡിഫറൻസസ് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ലൊക്കേഷന്റെ രീതികൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതൊക്കെ അന്ന് വന്ന ഒരു ആർട്ടിസ്റ്റും ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇതാണ്. എനിക്കത് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അത്രയേറെ ഫ്ലെക്സിബിൾ ആയിരുന്നു ആ കഥാപാത്രം. വളരെ ഫ്ലെക്സിബിലിറ്റിയോടൊപ്പം തന്നെ അതിനുശേഷം ഇത്തരം കഥാപാത്രങ്ങളൊന്നും വന്നിട്ടില്ല. ഒരുപാട് വർക്കുകൾ ഞാൻ ചെയ്തു. അറൗണ്ട് ഒരു 100 and above വർക്ക് ഞാൻ ചെയ്തു. അറൗണ്ട് കുറേയൊക്കെ സാമ്യമുള്ള കഥാപാത്രങ്ങളായിരുന്നു. ഇപ്പൊ ചേട്ടത്തി ആവട്ടെ, നാത്തൂനാവട്ടെ, മകളാവട്ടെ, മരുമകളാവട്ടെ, ഇതൊക്കെ സോ കോൾഡ് നമ്മുടെ ഒരു കുടുംബാംഗം എന്നൊക്കെ ഉള്ളൊരു നിലയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ അന്ന് ചെയ്തിരുന്നു. ഇന്നിപ്പം പറഞ്ഞാല് അങ്ങനെ ഒരു ഫാമിലി ക്യാരക്ടേഴ്സിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല സിനിമയിൽ. ഇന്നത്തെ ഒരു വളരെ റെയർ ആയിട്ടാണ് അത്തരം സംഭവങ്ങൾ വരുന്നത്. പിന്നെ ഇപ്പൊ ഞങ്ങളെപ്പോലുള്ള എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഒരു അമ്മ ക്യാരക്ടറോ ഇല്ലെങ്കിൽ ഏട്ടത്തി ക്യാരക്ടർ അങ്ങനെ പിന്നെയും അമ്മ ക്യാരക്ടറിൽ ഒതുങ്ങുകയാണ്. ഇപ്പൊ അമ്മ ക്യാരക്ടേഴ്സിന് പോലും വേണ്ട, എല്ലാരും പുതുതാരങ്ങളാണ്. അല്ല, പക്ഷേ ഇപ്പോഴും സത്യത്തിൽ പ്രണയം എന്ന കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ മാമിന് കഴിയുമെന്നാണ് റീലുകൾ കുറെ കണ്ടുകഴിഞ്ഞ് നമുക്ക് മനസ്സിലാക്കുക. റൊമാൻസ് ഭയങ്കര ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരും ഇല്ലല്ലോ. റൊമാൻറ്റിക്കലി എപ്പോഴും ഇരിക്കാനും റൊമാൻസ് ഒക്കെ നമുക്ക് ചെയ്യാനും ഒക്കെ, പ്രത്യേകിച്ച് റീലുകളിൽ വെള്ളിത്തിരയിൽ എത്തിപ്പെടാത്ത ചില സംഭവങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിച്ച കുറെ പാട്ടുകള്, ആഗ്രഹിച്ച കുറെ സീനുകള്. അപ്പൊ അതൊക്കെ നമുക്ക് അവിടെയൊക്കെ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് അറ്റ്ലീസ്റ്റ് റീലിലെങ്കിലും ചെയ്ത് നമ്മൾ സമാധാനപ്പെടുന്നു. അല്ല, നല്ലൊരു ഡയറക്ടോറിയൽ സെൻസും അതിനകത്ത് അതുണ്ടാവണമല്ലോ. വളരെ നമ്മൾ സെൽഫായിട്ട് എടുക്കുന്നതും അതിനെ അപ്ലോഡ് ചെയ്യുമ്പോഴുമൊക്കെ അത്തരം ഒരു നല്ലൊരു ഡയറക്ടോറിയൽ വ്യൂ വേണം. ചിലപ്പം ആ പാട്ടില് യഥാർത്ഥ ഡയറക്ടർ എടുത്തു വെച്ചിരിക്കുന്നതൊക്കെ വേറെ രീതിയിലായിരിക്കും. അതിൽ നിന്നും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇതില് ചേഞ്ചില് നമ്മൾ ചെയ്യുമ്പം അത് എല്ലാവർക്കും, ഇപ്പൊ ഞാൻ മാത്രമല്ല കേട്ടോ, റീൽസ് ചെയ്യുന്ന ഒരുപാട് ടാലന്റുകൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. പുതിയതായിട്ട് അവരെ കണ്ടുപിടിച്ച് അവരെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ് സിനിമാക്കാര്. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പുതിയ താരങ്ങള്, ടാലന്റുകളെല്ലാം വരണം എന്നുള്ളത്. അതിലൊരു കന്യാകുമാരി തമിഴിൽ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ആ ഒരു റീലുണ്ട്. ഇനി അമ്മ ക്യാരക്ടറിലേക്ക് ഒതുങ്ങണം, അല്ലെങ്കിൽ ഇത്തരം ക്യാരക്ടർ മാത്രമേ വരുന്നുള്ളൂ എന്ന് ഒരു സംവിധായകന് തോന്നിക്കൂടാ എന്നൊരു സിമ്പിളാണ് ആ കഥാപാത്രം. വളരെ സിമ്പിൾ. ഞാൻ ഇതൊന്നും സിനിമാക്കാരെ കാണിക്കാനോ അല്ല, ഞാൻ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. ഇത് ഏതെങ്കിലും ഒരു റീല് കാണുമ്പോ ഈ ഒരു ഡയലോഗ് എടുത്ത് ചെയ്താൽ എന്താ നല്ല രസമുണ്ട്. നമ്മള് ആക്ച്വലി വെറുതെ ഇരിക്കുന്ന ടൈമിലാണ് ഇതൊക്കെ ചെയ്യുന്നത്.
എന്താ പറയാ, വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? അങ്ങനെ നോക്കുമ്പോൾ കുറെ കോമിക് സാധനങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടും. ചിലപ്പോൾ ഭയങ്കര റൊമാൻറ്റിക്കലി ഉള്ള സീൻസ് ആയിരിക്കും വരിക. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും? പിന്നെ കുറച്ച് നല്ല പാട്ടുകൾ വരുമ്പം അത് എൻ്റെ ആക്ഷനിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും? അന്നൊക്കെ ചുമ്മാ വെറുതെ അല്ല, ഇതൊന്നും പക്ഷെ ഒരു അത് വലിയ വളരെ ഇപ്പം നിച്ചാപ്റ്റിയാ ആ ആ സ്ലാങ്ങിന് എന്ത് മോഡുലേഷൻ കൊടുക്കുന്നു, വളരെ റൈറ്റ് മോഡുലേഷനിൽ ആ ഒരു ഫുൾ സ്ട്രെച്ചിൽ ആ സാധനം പറഞ്ഞു ഭയങ്കര രസമായിട്ടാണ് ഓരോ റീലുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര ഗംഭീരമായിരുന്നു. അപ്പൊ അത് ആ പ്രണയത്തിന്റെ വിവിധ ഭാവങ്ങൾ ഇനിയും എനിക്ക് ചില സമയത്ത് സിനിമയിലേക്കാൾ ഉപരി ചേച്ചിയുടെ ഇന്റർവ്യൂസ് ചിലതൊക്കെ കാണുമ്പോഴത്തേക്കും ഇവർക്ക് എന്തുകൊണ്ട് മാധവിക്കുട്ടിയുടെയൊക്കെ റോളോ അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ കഥാപാത്രങ്ങളുടെ റോളോ ചെയ്തുകൂടാ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നെ സത്യം പറയാലോ, എന്നെ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് വേണം സത്യത്തിൽ പറയാനായിട്ട്. മലയാള സിനിമ ശരിക്കും കുറെ വർക്കുകൾ തന്നു ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, അതൊരു നന്ദികേടായിപ്പോവും. പക്ഷെ എന്നാൽ പോലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റഫിനെ മനസ്സിലാക്കാനോ അത് മനസ്സിലാക്കിയിട്ട് ആൾക്കാര് കൊമേഴ്ഷ്യലി നമ്മളെ കൊണ്ടുവരാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരം ഒരു ശ്രമം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, നമുക്ക് നല്ല ഭയങ്കരമായിട്ടുള്ള കഥാപാത്രങ്ങൾ തരാനുള്ള ഒരു മനസാന്നിധ്യം, അതൊന്നും ഒരു പക്ഷേ ഒരു പരിധി വരെ സിനിമാ പ്രവർത്തകർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയുമ്പോൾ ഒരു അണ്ടർ റേറ്റഡ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ എപ്പോഴും. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ബോധ്യമുണ്ട്, നമുക്ക് നല്ലൊരു നടിയാണെന്നുള്ളത് എൻ്റെ ഉള്ളിൽ എനിക്ക് എപ്പോഴും ഉണ്ട്. പക്ഷെ അത് എക്സിബിറ്റ് ചെയ്യാനുള്ള സ്പേസുകൾ ഉണ്ടായാൽ മാത്രമേ നമ്മളുടെ ഒരു നടിയെ ജനങ്ങൾ അറിയുള്ളൂ. അപ്പം അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അത് ഒരു പക്ഷേ എന്താന്ന് എനിക്ക് അറിയത്തില്ല. അതൊരു ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഭയങ്കര ഗംഭീരമായുള്ള കഥാപാത്രങ്ങളും ഉടനീളം നായികയായിട്ടും ഞാൻ ഒരുപക്ഷെ വന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു ഏജിൽ എനിക്ക് ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ വന്നില്ല. ഒരു ആസ് എ ലേഡി ഹീറോയിൻസ് എപ്പോഴും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒതുക്കപ്പെടുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ. ജെൻസിന് അങ്ങനെയല്ല, അവരും എപ്പോഴും ഒരു ഡോമിനേറ്റിംഗ് ലെവലിലാണ്. അവർക്ക് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരു നായക പരിവേഷമുള്ള കഥാപാത്രങ്ങളൊക്കെ ആകുമ്പം ഓട്ടോമാറ്റിക്കലി സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ ഡൗൺ ആയി പോകുന്നു. ഒരുപക്ഷെ അത്തരം ഉപകഥാപാത്രങ്ങൾ കൂടുതൽ ചെയ്തത് കൊണ്ടായിരിക്കാം ഇപ്പോഴും ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും എനിക്ക് സിനിമകളിൽ നിൽക്കാൻ പറ്റുന്നെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നായികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാനൊരു നായിക കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അല്ലേ ഞാൻ ഇരിക്കുള്ളൂ. പെട്ടെന്ന് ഒരു നായികയുടെ കുറേ കഥാപാത്രങ്ങൾ ചെയ്തു വന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു സബ് ക്യാരക്ടറിലേക്ക് ഒതുങ്ങി പോകും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നാദിയ മൊയ്തു ഒക്കെ ചെയ്ത ഒരു അമ്മയും മകനും, മഹാലക്ഷ്മി ദ സൺ ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പടയില്ലേ, അപ്പം അത്തരം ഹീറോയിനെക്കാട്ടിയും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന അമ്മ കഥാപാത്രങ്ങൾ അങ്ങനെ ചെയ്ത നായികമാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല, അവർക്ക് നമ്മളെ പോലുള്ള സബ് ക്യാരക്ടേഴ്സ് വന്ന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മലയാളത്തിലേക്ക് മികച്ച കഥാപാത്രങ്ങൾ എല്ലാവരും നായിക കഥാപാത്രങ്ങളല്ല. ഏറ്റവും മികച്ച നാച്ചുറൽ ആർട്ടിസ്റ്റുകളും നായിക കഥാപാത്രങ്ങളാണ്. ഇപ്പൊ KP ലത ചേച്ചിയുടെ ആയാലും അതെ ഞാൻ പറയുന്നത്. ഈ നായിക കഥാപാത്രം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് മികച്ച നടി എന്ന് പറയുമ്പോൾ സാധാരണ ഒരു നായിക കഥാപാത്രത്തിനാണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ ഒരു കോൺസെപ്റ്റില് ഒരു അവാർഡ് എന്ന് പറയുന്ന ഒരു മികച്ച നടി എന്ന് പറയുന്നത് ലളിതാന്റി ആയിരിക്കാം, KP ലളിതാന്റി ആയിരിക്കാം. ഞാൻ അങ്ങനെയാ ചിന്തിക്കുന്നത്. കാരണം മികച്ച നടി എന്ന് പറയുന്നത് അതാണ്. ഇല്ലെങ്കിൽ മികച്ച നായിക എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് കൊടുക്കണം അല്ലേ? നമുക്ക് മികച്ച നായിക എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡ് ഇല്ല. മികച്ച നടൻ, മികച്ച നടി എന്ന് പറയുമ്പോൾ അവിടെ ഹീറോയിനും മാത്രമേ നിൽക്കുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അത് പിടികിട്ടിയിട്ടില്ല. മികച്ച രണ്ടാമത്തെ നടി ഇല്ലെങ്കിൽ മികച്ച കഥാപാത്രം, ബെസ്റ്റ് ക്യാരക്ടർ റോൾ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് മറ്റ് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുക. ഈ മികച്ച നടി എന്നുള്ളത് പറയുമ്പോൾ അത് നായികയ്ക്ക് ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ചില നായികമാർക്കൊക്കെ ചെയ്യാനായിട്ടേ ഭയങ്കര പെർഫോമൻസ് ലെവൽ ഒന്നും ആയിരിക്കില്ല. പക്ഷെ ഇല്ലെന്നല്ല കേട്ടോ, മികച്ച നടി കിട്ടിയവർ അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ആ സബ് ക്യാരക്ടർ ചെയ്യുന്നവർ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ മേലെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവരായിരിക്കില്ലേ മികച്ച നടിയാക്കി വരേണ്ടത് എന്നുള്ളൊരു ഇത് ഉണ്ട് എനിക്കത്. അത് അഭിനയത്തിന്റെ സാധ്യതകൾ കണ്ടെത്തി പോകുന്ന കഥാപാത്രത്തിനാണ് അവാർഡ് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും. അതെ. അത് പക്ഷെ അത് മാറത്തില്ല. അത് അനുവർത്തിച്ചുകൊണ്ട് എത്രയോ വർഷങ്ങളായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു മാറ്റം നടത്തിയാൽ തന്നെ അതിന്
പ്രതിഷേധിക്കാനായിട്ട് ഇവിടെ വേറെ ആൾക്കാർ അംഗീകാരം ആൾക്കാർ അംഗീകാരം അതിനൊരു ബൈലോയിൽ അങ്ങനെ ഉണ്ടാവുമോ, അത് ഇങ്ങനെ വരുമോ, അങ്ങനെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വരും ആൾക്കാരുടെ ഇടയിൽ. ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനെയല്ല, മികച്ച നടൻ ആരാണോ അതിനകത്ത് സബ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളവരായിരിക്കാം, അങ്ങനെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത്തരത്തിൽ അത് തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ഇപ്പം ജയചേട്ടനൊക്കെ ആ രീതിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മികച്ച 5 നടൻ, മികച്ച വില്ലൻ എന്നുള്ള, രണ്ടാമത്തെ നടൻ, സഹനടൻ എന്നൊക്കെ ഉള്ള കാര്യത്തിന് എന്ത് പ്രസക്തിയാണെന്ന് പലപ്പോഴും അതെ 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 അതെ. അത് മഹാഭാരതത്തിന്റെ ഒരു ഡ്രാമയുടെ വേഷത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഞാന് മഹാഭാരതി ദ ലൈഫ് ഓഫ് ദ്രൗപദി, ദ്രൗപദിയെ സെൻട്രിക് ക്യാരക്ടർ നിർത്തിക്കൊണ്ട് ദ്രൗപദിയുടെ വീക്ഷണത്തിലെ മഹാഭാരതം, ഇപ്പൊ കംപ്ലീറ്റ് ഇൻ ആൻഡ് ഔട്ട് ദ്രൗപദിയാണ്. ആ ഒരു 2-2.25 മണിക്കൂർ ഒരു ഡാൻസ് ഡ്രാമയാണ്. അപ്പം അതിനകത്ത് എന്താ പറയാ, ലൈക്ക് ദ്രൗപദിയുടെ ഒരു സെൻട്രിക് ക്യാരക്ടർ ഞാനാണ് ചെയ്യുന്നത്. ഞങ്ങൾ അതിൻ്റെ ഒരു ലോഞ്ച് ഇപ്പം ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള കലാപ്രവർത്തകരാണ് അതിൻ്റെ പിന്നണിയിലുള്ള തിയേറ്റർ ഗ്രൂപ്പാണ്. ആ ഒരു പ്രോജക്റ്റാണ് ഇപ്പം ഡാൻസിലേക്കുള്ള ഒരു പ്രോജക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതൊരു ഇൻ്റർനാഷണൽ പെർഫോമിംഗ് ആർട്ട് എന്നുള്ളൊരു നിലയിലാണ് നമ്മളത് മുന്നേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നാഷണൽ ഇൻ്റർനാഷണൽ പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് ഞങ്ങൾ അതിനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇതിന്റെ എന്താ വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടോ മഹാഭാരതത്തിൽ നിന്നുള്ളൊരു ഡൈവേഴ്സ്? അങ്ങനെയില്ല, വ്യത്യസ്തതകളൊന്നുമില്ല. നോർമലി പാഞ്ചാലി ശബ്ദവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനകത്ത് 10-20-22 ഡാൻസും പാട്ടും അതിനോടൊപ്പം തന്നെ നാടകവും. എന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള അതൊരു നല്ല റിപ്പോർട്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളുടെ ലോഞ്ച് കാലിക്കറ്റില് ഈ വരുന്ന ഈ കഴിഞ്ഞ ഡിസംബർ 25 ഞങ്ങള് ലോഞ്ച് ഉണ്ടായിരുന്നു. അന്ന് തന്നെയാണ് MG സാറിന്റെ വിയോഗവും. അതിനേക്കാൾ ഉപരിയാണ് സാറിന്റെ വിയോഗത്തിന്റെ ആ ഒരു ദിനം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഡിസംബർ 25 ക്രിസ്മസ് ഡേ. പ്രത്യേകിച്ചും രണ്ടാമൂഴം പോലെ മഹാഭാരതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഇതിഹാസ തുല്യമായ സമാനമായ കഥാപാത്രം സൃഷ്ടിച്ച, ശരിക്കും ഞങ്ങൾ ആ കഥാപാത്രം ആ ഒരു വർക്ക് ചെയ്ത് തീർന്ന് അതിന്റെ കേർട്ടൻ വീഴുമ്പോഴേക്കുമാണ് സാറിന്റെ 10-10:15 ആകുമ്പോഴാണ് സാറിന്റെ വിയോഗം അനൗൺസ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുൻപായിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം കഴിയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സീനിലും ഈ പറഞ്ഞ പോലെ ഭീമൻ ദ്രൗപദിയുടെ സ്നേഹം കിട്ടാതെയും ദ്രൗപദിയെ സ്നേഹിക്കപ്പെടാതെ ഇരിക്കുന്ന ഒരു ദ്രൗപദിയാണല്ലോ നമുക്കുള്ളത്. അപ്പം അതിൽ നിന്നും ദ്രൗപദിയുടെ വിയോഗത്തിൽ ഇങ്ങനെ ആർത്ത് കരയുന്ന ഒരു ഭീമന്റെ ഒരു ഇതിലാണ് എൻ്റെ. ശരിക്കും അത് തന്നെ നമുക്ക് ശരിക്കും അന്ന് സാറ് മരിക്കുമ്പോൾ ആ രണ്ടാം മുഴുവൊക്കെ വായിച്ചവർക്ക് അത് മനസ്സിലാവും അത് എത്രത്തോളം. ഞാൻ ശരിക്കും സ്റ്റേജിൽ ഭയങ്കരമായിട്ട് എനിക്ക് സംസാരിക്കാനൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. കാരണം സാറിന്റെ വിയോഗവും പ്ലസ് ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ആ ഒരു പെർട്ടിക്കുലർ സീനും എല്ലാം കൂടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അതിനെപ്പറ്റി ആലോചിച്ചപ്പം ഭയങ്കര ഞാനും അങ്ങ് വിങ്ങിപ്പോയി. ശരിക്കും 2 വാക്കുകൾ എന്നോട് സംസാരിക്കാനായിട്ട് മേയർ മൈക്ക് തന്നപ്പോൾ എനിക്കൊന്നും, കാരണം മൊത്തത്തിൽ വല്ലാതെ എല്ലാവരും ഹോള് മൊത്തം ഭയങ്കര നിശബ്ദമായിട്ട് എല്ലാവരും ഇങ്ങനെ ഒരു സീക്വൻസിലായിരുന്നു അത്.